ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഭാഷ നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ ആ ഭാഷയിലെ വാക്യങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം ഉണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കിപ്പോൾ അറിയാം. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ കുറച്ച് പുതിയ വാക്യങ്ങളെ പരിചയപ്പെടാൻ പോകണം. ഓക്കെ, അപ്പോൾ തുടങ്ങാം. നമ്മുടെ ഇന്നത്തെ വാക്യങ്ങളിലെ ഒന്നാമത്തെ വാക്യമാണ് എന്ത്? ബിനാ കിസി കാരൺ കെ. ബിനാ കിസി കാരൺ കെ കേട്ടോ. ബിനാ കിസി കാരൺ കെ. ബിനാ കിസി കാരൺ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കാരണവും കൂടാതെ അല്ലെങ്കിൽ യാതൊരു കാരണവും ഇല്ലാതെ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, യാതൊരു കാരണവും ഇല്ലാതെ നിങ്ങൾ അവിടെ പോകരുത്. യാതൊരു കാരണവും ഇല്ലാതെ നിങ്ങൾ അവിടെ പോകരുത്. അപ്പൊ ആദ്യം യാതൊരു കാരണവും ഇല്ലാതെ കിസി എന്നാണ്. ബിനാ കിസി കാരൺ കെ. ബിനാ കിസി കാരൺ കാര്യം പറയാ. ബിനാ കിസി കാരൺ കെ വഹാ മത് ജാവോ, അല്ലെങ്കിൽ ബിനാ കിസി കാരൺ കെ വഹാ പേ മത് ജാവോ. വഹാ പേ എന്ന് പറയാം. ഓക്കെ, വഹാ പേ പറന്ന് വായിക്കാറില്ല. അപ്പൊ യഹാ ഇവിടെ, ഇവിടെ എന്നുള്ളത് നമുക്ക് യഹാ എന്ന് പറയാം. യഹാ പർ വേണ്ട. യഹാ പേ എന്ന് പറയാം. യഹാ പേ, വഹാ പേ, കഹാ പേ, എവിടെയാണ് കഹാ പേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ വാക്യം നിങ്ങൾ മനസ്സിലാക്കി വിചാരിക്കുന്നു. നമ്മുടെ രണ്ടാമത്തെ വാക്യമാണ് ജാൻ പൂച്ച്കർ. ജാൻ പൂച്ച്കർ, ജാൻ പൂച്ച്കർ, മനഃപൂർവം എന്നാണ്. മനഃപൂർവം, ഇത് മനഃപൂർവം, ഇത് മനഃപൂർവ്വം ചെയ്യല്ലേ. ഞങ്ങൾ പറയാം ഇത് മനഃപൂർവ്വം ചെയ്യല്ലേ, മനഃപൂർവ്വം ചെയ്യല്ലേ, മനഃപൂർവ്വം ചെയ്യല്ലേ പറയാം. ജാൻ പൂച്ച്കർ മത് കറോ. ജാൻ പൂച്ച്കർ മത് കറോ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ചെയ്യല്ലേ, നിങ്ങൾ മനഃപൂർവ്വം ചെയ്യാറുണ്ട്. തും ജാൻ പൂച്ച്കർ കർത്തേ ഹോ. ജാൻ പൂച്ച്കർ കർത്തേ ഹോ. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമതാണ് അച്ചാനക് സെ. അച്ചാനക് സെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അച്ചാനക് സെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായി. അപ്രതീക്ഷിതമായി. ഇപ്പൊ ഞാൻ പറയാണ്, അവൻ ഇവിടെ അപ്രതീക്ഷിതമായാണ് വന്നത്. അവൻ ഇവിടെ അപ്രതീക്ഷിതമായാണ് വന്നത് എന്ന് പറയാം. വോ യഹാ അല്ലെങ്കിൽ വോ യഹാ പേ അച്ചാനക് സെ ആയ. വോ യഹാ അച്ചാനക് സെ. ഓക്കെ, അച്ചാനക്. വോ യഹാ അച്ചാനക് സെ ആയ അല്ലെങ്കിൽ വോ യഹാ പേ അച്ചാനക് സെ ആയ. ഓക്കെ, ഇനി ഈ വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ സെന്റൻസുകൾ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ കൂടുതൽ മനസ്സിലാവും. ഇനി നമ്മുടെ നാലാമത്തെ സെന്റൻസ് ആണ് ബഹുത് ജാദ. ബഹുത് ജാദ. ബഹുത് ജാദ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ അധികം, വളരെ അധികം. ബഹുത് ജാദ. എനിക്കിത് കഴിക്കാൻ കഴിയില്ല, എനിക്കിത് കഴിക്കാൻ കഴിയില്ല, കാരണം ഇത് വളരെ കൂടുതലാണ്, ഇത് വളരെ കൂടുതലാണ്. എന്ന് പറയാം, മേ യേ നഹീ ഖാ സക്താ ഹൂം, മേ യേ നഹീ ഖാ സക്താ ഹൂം ക്യോंकि ये बहुत ज़्यादा है, ये बहुत ज़्यादा है. ओके, ये बहुत ज़्यादा है, इसलिए मैं ये नहीं खा पाऊंगा അല്ലെങ്കിൽ नहीं खा सकता हूं. ഇനി അടുത്തതാണ് തോടാസ. തോടാസ, തോടാസ, തോടാസ എന്ന് പറഞ്ഞാൽ അല്പം. ഇപ്പോൾ ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പഞ്ചസാര വേണോ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ പഞ്ചസാര വേണോ അല്ലെങ്കിൽ ഉപ്പ് വേണോ? അപ്പോൾ നിങ്ങൾ പറയാണ് കുറച്ച് മതി, അല്പം, അല്പം പഞ്ചസാര അല്ലെങ്കിൽ അല്പം ഉപ്പ് പറയാം. തോടാസ, തോടാസ, തോടാസ എനിക്ക് തരുമെന്ന് പറയണം. തോടാസ ദേദു, തോടാസ മുझे ദേദു. ഓക്കെ, ഇനി നമ്മുടെ ആറാമത്തെ വാക്യമാണ് ബിൽക്കുൽ പാസ്മേ. ബിൽക്കുൽ പാസ്മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെ അടുത്ത് അല്ലെങ്കിൽ തികച്ചും അടുത്ത് എന്നർത്ഥം. അപ്പം ഞാൻ പറയാണ്, ഹലോ നിങ്ങളെവിടെ? അപ്പം നിങ്ങൾ എന്നോട് പറയാണ്, ഞാൻ നിൻ്റെ വീടിൻ്റെ വളരെ അടുത്താണ്, ഞാൻ നിങ്ങളുടെ വീടിൻ്റെ വളരെ അടുത്തൊക്കെ പറയാം. മേ ആപ്ക ഘർ കാ ബിൽക്കുൽ പാസ് മേ ഹൂം. ആണോ? മേ ആപ്ക ഘർ കാ ബിൽക്കുൽ പാസ് മേ ഹൂം. ബിൽക്കുൽ പാസ് മേ ഹൂം. അവനോടെ അവൻ എൻ്റെ വളരെ അടുത്താണ്, അവൻ എൻ്റെ വളരെ അടുത്താണ്. അപ്പം അവൻ വോ മേരാ ബിൽക്കുൽ പാസ് മേ ഹേ. വോ മേരാ ബിൽക്കുൽ പാസ് മേ ഹേ. ഓക്കെ, വോ മേരാ ബിൽക്കുൽ പാസ് മേ ഹേ. ഇനി അടുത്തതാണ് ബിനാ സോച്ചെ സംജെ. ആണോ? ബിനാ സോച്ചെ സംജെ. ബിനാ സോച്ചെ സംജെ. ബിനാ സോച്ചെ സംജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാതെ എന്നാണ്. ചിന്തിക്കാതെ. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, ചിന്തിക്കാതെ ഇത് ചെയ്യരുത്, ചിന്തിക്കാതെ ഇത് ചെയ്യരുത്. അപ്പം പറയാം, ബിനാ സോച്ചെ സംജെ, ബിനാ സോച്ചെ സംജെ യേ മത് കറോ. ഓക്കെ, യേ മത് കറോ ബിനാ സോച്ചെ സംജെ എന്ന് പറയാം. ഇനി അടുത്താണ് എന്താണ്? മജേസെ. മജേസെ, മജേസെ. മജേസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തോടെ, സന്തോഷത്തോടെ. ഇപ്പം ഞാൻ പറയാണ്, സന്തോഷത്തോടെ ചെയ്യൂ,
സന്തോഷത്തോടെ ചെയ്യൂ എന്ന് പറയാം മജേസെ കരോ, മജേസെ കരോ. ഈ ജോലി സന്തോഷത്തോടെ ചെയ്യൂ എന്ന് പറയാം യേ കാം മജേസെ കരോ, യേ കാം മജേസെ കരോ. ഇനി നിങ്ങൾക്ക് ഒരാൾ ഉപദേശിക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സന്തോഷത്തോടെ ചെയ്യണം, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സന്തോഷത്തോടെ ചെയ്യണം. അത് പറയാം आपको अपना काम मजे से करना चाहिए, आपको अपना काम मजे से करना चाहिए. ഓക്കെ. ഇനി അടുത്താണ് എന്താണ് ആക്രിക്കാർ. ആക്രിക്കാർ ആക്രിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുവിൽ, അവസാനം. ആക്രിക്കാർ ഒടുവിൽ, ഒടുവിൽ അല്ലെങ്കിൽ അവസാനം അവൻ ഇവിടെ വന്നു, അവസാനം അവൻ ഇവിടെ വന്നു എന്ന് പറയാം ആക്രിക്കാർ വോ യഹാ അല്ലെങ്കിൽ വോ യഹാ പേ ആയ, ആക്രിക്കാർ വോ യഹാ പേ ആയ. ഇനി അടുത്താണ് എന്ത് ഹോനെ കെ ബൗജൂദ്. ഹോനെ കെ ബൗജൂദ് ബി ചേർക്കാവുന്നതാണ്. ഹോനെ കെ ബൗജൂദ് ബി, ഹോനെ കെ ബൗജൂദ് ബി. ഹോനെ കെ ബൗജൂദ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ആയിട്ട് പോലും. എന്താണ് ആയിട്ട് പോലും? അപ്പോൾ നിങ്ങൾക്ക് ഈ ആയിട്ട് പോലും എന്ന് ഊന്നി പറയണമെങ്കിൽ നമുക്ക് ബി ചേർക്കാവുന്നതാണ്. എങ്ങനെ? ഹോനെ കെ ബൗജൂദ് ബി, ഹോനെ കെ ബൗജൂദ് ബി. ഇപ്പം ഞാൻ പറയാണ് അവൻ ഒരു ഡോക്ടർ ആണെങ്കിലും, അവനൊരു ഡോക്ടർ ആയിട്ട് പോലും, അവനൊരു ഡോക്ടർ ആയിട്ട് പോലും അവൻക്ക് കാറില്ല. അവൻ ഒരു ഡോക്ടർ ആയിട്ട് പോലും അവൻക്ക് കാറില്ല. അത് പറയാം വോ, ആദ്യം വോ, അവൻ വോ ഏക് ഡോക്ടർ ഹോനെ കെ ബൗജൂദ് ബി. ഉണ്ടോ? അവൻ ഒരു ഡോക്ടർ ആണ്. वो एक डॉक्टर होने के बावजूद भी उनके पास क्या नहीं है? उनके पास कार नहीं है. उनके पास क्या नहीं है? कार नहीं है. അല്ലെങ്കിൽ उसके पास कार नहीं है.